വെയിലും ചൂടും കൂടിയതോടെ തന്നെ നാട്ടിലൊക്കെ തന്നെ പാമ്പ് ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഇതിനു പുറമെ സൂര്യാഘാതമടക്കമുള്ള പ്രശ്നങ്ങളും ചൂടുകാലത്ത് നേരിടുന്നുണ്ട്. ഇപ്പോൾ ചൂട് അതികഠിനമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. നമുക്കൊപ്പം ആശ്രമിംസിലെ ഡോക്ടർ അനൂപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ഡോക്ടറെ, ഇപ്പോൾ സൂര്യാഘാതം വലിയ പ്രശ്നമാണ്, ഒപ്പം പാമ്പ് ശല്യവും നാട്ടിൽ രൂക്ഷമാണ്. ഈ സൂര്യാഘാതം എന്താണ്, എങ്ങനെയാണ് ഏൽക്കുന്നത്, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ. ഈ സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അതിനോടനുബന്ധിച്ച് തന്നെ പല രീതിയിലുള്ള വാക്കുകൾ ഇപ്പം പലരും മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. സൂര്യാതപം, അങ്ങനെ പല വാക്കുകളുണ്ട്. നമ്മൾ മെഡിക്കലി നമ്മൾ ഇതിനെ ഹീറ്റ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്നാണ് പറയുക. ഊഷ്മാവ് വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിൻ്റെ പല വകഭേദങ്ങളുണ്ട്. ഈ വകഭേദത്തിന് പോകുന്നതിൻ്റെ മുമ്പേ എന്തുകൊണ്ടാണ് ഹീറ്റ് സ്ട്രോക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് വെയിൽ കൂടുന്നത് കൊണ്ടും ചൂട് കൂടുന്നത് കൊണ്ടും ആണ് കാരണമെങ്കിലും, പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ഊഷ്മാവ് ജനറേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ശരീരത്തിൽ എക്സസൈസ് ചെയ്യുമ്പോഴും അല്ലെ ശരീരത്തിലുള്ള ഒരു മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇതിനൊരു സന്തുലിതാവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഊഷ്മാവ് ഡെവലപ്പ് ചെയ്യും. അത് കുറേയൊക്കെ തന്നെ ശരീരം നമ്മളെ ഈ ആവിയായിട്ട് അല്ലെങ്കിൽ ഇവോപ്പറേഷനിലൂടെ കൂടെ തന്നെ അതിനെ പുറന്തള്ളുകയും ചെയ്യും. ഇതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് എപ്പോഴും നമുക്ക് ഇതേ രീതിയിലുള്ള ഈ ചൂട് പോലെ ഉണ്ടാവുന്ന രോഗങ്ങൾ വരുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിൻ്റെ ഏറ്റവും മിനിമലായിട്ടുള്ളതാണ് നമ്മൾ ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം അല്ലെങ്കിൽ തളർച്ച. ചൂട് കൂടിയതോടെ തന്നെ പാമ്പ് ശല്യവും രൂക്ഷമായി, പാമ്പിൻ്റെ കടിയേൽക്കുന്നു, ആൻറ്റിവെനമില്ല എന്നുള്ള പരാതിയൊക്കെ തന്നെ വരുന്നുണ്ട്. ശരിക്കും ഇതിനെങ്ങനെയാണ് പ്രതിരോധം? എല്ലാ പാമ്പ് കടിയേറ്റാലും ആൻറ്റിവെനം വേണം? ഈ വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആൻറ്റിവെനം കൊടുക്കണമെന്നുള്ളതാണ്. അതും നമുക്ക് വേണ്ടി വരാറില്ല. ഏകദേശം ഒരു 20% കേസുകളിൽ നമുക്ക് ഡ്രൈ ബൈറ്റ് എന്ന് പറയും. അതായത് പാമ്പ് കടിച്ചാലും അത് വിഷം നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇഞ്ചക്റ്റ് ചെയ്യില്ല. അതായത് ശരീരത്തിലേക്ക് വിഷം ബാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിഷബാധ ഉണ്ടാവില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ആൻറ്റിവെനം കൊടുക്കേണ്ട ആവശ്യമില്ല. ബൊവൈൻ ആൻറ്റിബോഡിയാണ്, അതായത് മൃഗത്തിൽ നിന്ന് എടുക്കുന്ന ആൻറ്റിബോഡിയാണ്. ഇതിനെതിരെ അലർജി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈവൻ നമുക്ക് ജീവൻ അപകടമാവുന്ന രീതിയിലുള്ള അലർജി വരെ വരാം. അതുകൊണ്ട് തന്നെ ഒരു 100% ഇൻഡിക്കേഷനുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയോ ICU ഈ മരുന്ന് ഉപയോഗിക്കുള്ളൂ. ഈ സംശയത്തിൻ്റെ പേരിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷപ്പാമ്പാണ് കടിച്ചതെങ്കിലും ആ വിഷം ശരീരത്തിൽ കയറിയേണ്ട രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണണം. നമ്മൾ ആൻറ്റിവെനം എത്രയും പെട്ടെന്ന് കൃത്യമായ രീതിയിൽ കൃത്യ അളവിൽ കൊടുക്കുക. അനാവശ്യമായി ആൻറ്റിവെനം കൊടുക്കാതിരിക്കുക. വേറെ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ അത്തരം കോംപ്ലിക്കേഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്ത് പരിചയമുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഈ ചർച്ചകൾക്കിടയിൽ നമ്മൾ ഈ വിഷമില്ലാത്ത പാമ്പുകൾ കടിച്ചു വരുന്ന ആശുപത്രിയിൽ വരുന്ന രോഗികളെ ഈ ആൻറ്റിവെനം കൊടുക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ ആൻറ്റിവെനം കിട്ടിയതിലൂടെയുള്ള കുറേ മരണങ്ങൾ കൂടെ നമുക്ക് കാണേണ്ട ഒരു വിഷമാവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ച ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് SS റിപ്പോർട്ടർ കോഴിക്കോട്.